ഞങ്ങൾക്ക് പ്രീ റിലീസുള്ള ഒരേ ഒരു ഇവൻറ്റ് ഇതാണ്. ഒരു ജെന്യൂനായിട്ടൊരു നന്ദി നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച ആളെ കാണാനില്ലല്ലോ. ഇല്ല, നമ്മൾ ഇല്ല, KSFDCയുടെ ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ചില ക്വസ്റ്റ്യൻസ് ഐ ക്യാൻ ഓൾസോ ആൻസർ ഫോർ യു. ഈ ഒരു സിനിമയുടെ ജേർണിയിൽ പ്രോബബ്ലി ഏറ്റവും അവസാനം വന്ന് ചേർന്ന ഒരാളാണ് ഞാൻ. വളരെ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ കൂടെ കൂടിയിട്ട്. പക്ഷേ മനോജേട്ടൻ എന്ന് പറഞ്ഞ മാഷിനെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. എനിക്ക് 16 വയസ്സുള്ളൂ. അപ്പോൾ മനോജ് ചേട്ടൻ എന്നെ നാടകം പഠിപ്പിച്ച് യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. മനോജ് ചേട്ടനും മനോജേട്ടൻ്റെ ബ്രദർ വിനോദേട്ടനുമാണ്. ഞങ്ങൾ ഒരുപാട് പേരുടെ ലൈഫിൽ കോറായിട്ടുള്ള ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് മനോജ് ചേട്ടൻ. സ്പെഷ്യലി ഫോർ മീ. ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അതൊരു നിമിത്തം പോലെ, നിയോഗം പോലെ പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സിനിമ KSFDCയുടെ ഒരു 7ഓളം ചിത്രങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൽ തന്നെ ഇതിന് മുമ്പ് റിലീസായ നിള, B32 മുതൽ 44 വരെ എന്നിങ്ങനെ 2 ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റിയിരുന്നു. ഇച്ഛാശക്തിയുള്ള ഒരുപാട് നല്ല കഥകൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചു സ്റ്റോ വാല്യൂ അല്ലെങ്കിൽ താരമൂല്യമുള്ള സിനിമകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പ്രസ് മീറ്റിന് കണ്ടിട്ടുള്ള ആളുകളാണ്. സാധാരണ ഒരു പ്രസ് മീറ്റിന് കാണുന്ന ഒരു ക്രൗഡാണോ? സാധാരണ ഒരു ഈ നമ്മൾ പറയുന്ന കൊമേഴ്ഷ്യലി വയബിൾ ആയ പ്രോജക്ട്സിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന സിനിമകളുടെ പ്രസ് മീറ്റിന് ചിലപ്പോഴൊക്കെ നമുക്ക് പുറത്ത് ആളുകൾ നിന്നിട്ട് കയറാൻ പറ്റാത്തത്ര തിരക്ക് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് പേരെങ്കിലും, ഇപ്പോൾ 50ഓളം ആളുകൾ നിങ്ങൾ വന്നു. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ. അത് എന്തുകൊണ്ടാണ് കലാമൂല്യമുള്ള സിനിമകൾ വേണമെന്ന് നമ്മൾ പറയുന്നു. വേറെ എല്ലാ ഇൻഡസ്ട്രീസിനേക്കാളും കൂടുതൽ കഥകൾ, നല്ല കഥകളെ താരങ്ങളാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഹരി പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ചില അസോസിയേഷൻസിന് വേണ്ടി ഇപ്പോൾ OTTയിലേക്ക് എങ്ങനെ പിച്ച് ചെയ്യാമെന്നുള്ള ക്ലാസ്സസ് എടുക്കാൻ ഞാൻ പേഴ്സണലി പോയിട്ടുണ്ട്. ബിക്കോസ് അത് പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവയർനെസ്സിൽ നിന്ന് വരുന്ന ഒരു എംപവർമെൻ്റ് ഉണ്ട്. അത് നമുക്ക് ഇനിയും ഇവിടെ വരാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഓസ്കാർ അവാർഡ്സ് എല്ലാവരും കണ്ടതാണ്. അതിൽ ഉണ്ടായ 2 സ്പീച്ചസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ട് ഫീൽ ചെയ്തു. ബെസ്റ്റ് ഫിലിം മേടിച്ച അനോറയുടെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമ ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയത് തിയേറ്ററിൽ നിന്നാണ്. ഇറ്റ്സ് എ മെമ്മറി ഫോർ us. ഇപ്പോൾ തിയേറ്റർ ഒരു ഭയങ്കര ത്രെറ്റ് ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. OTTയിൽ വരുമ്പോൾ കാണാം എന്നുള്ളൊരു മൈൻഡ് സ്പേസ് കുറച്ച് പേർക്കെങ്കിലും ആയി കഴിഞ്ഞു പോസ്റ്റ് കോവിഡ്. പക്ഷെ ആള് പറഞ്ഞ ഒരു വരിയുണ്ട്. മുമ്പത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കുള്ളിലെ ലോകവും പുറത്തുള്ള ലോകവും ഡിവൈഡായി പെട്ടിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സ്പേസിന്, സിനിമ എന്ന് പറയുന്ന പവർഫുള്ളായ മാധ്യമത്തിന് കഴിയുമെന്ന് പേഴ്സണലി ഒരു ഓഡിയൻസിൻ്റെ ഭാഗമായിട്ട് ഞാനും വിശ്വസിക്കുന്നു. അതുപോലെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സിൻ്റെ അവാർഡ് കിട്ടിയ സോ അവർ ഫസ്റ്റ് ഡൊമിനിക്കൻ ഒറിജിനിലുള്ള ഫസ്റ്റ് അമേരിക്കൻ ആക്ടറാണ് ടു വിൻ ആൻ അവാർഡ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രീംസ്, ഡിഗ്നിറ്റി ആൻഡ് ഹാർഡ് വർക്കിംഗ് ഹാൻഡ്സ്. അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ബിക്കോസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ കഥകൾ വരാൻ ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നത് ഐ തിങ്ക് ഭയങ്കര അപ്രീഷിയേറ്റീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏതൊരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിൻ്റെ ഒരു ടീതിങ് ഇഷ്യൂസ് നമ്മൾ പറയുന്ന ആ ഒരു ബേബി സ്റ്റെപ്സ് ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ ഐ തിങ്ക് ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ കൂടെ കുറച്ച് കാലമെങ്കിലും സഞ്ചരിച്ച ഒരാളെന്നുള്ള രീതിയിൽ കൂടുതൽ ബെറ്റർ ആവുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സി സ്പേസ് എന്ന് പറഞ്ഞ ഒരു OTT പ്ലാറ്റ്ഫോം, ഐ തിങ്ക് നമ്മളത് പറയാൻ വിട്ടുപോയി. ഗവൺമെൻറ്റിൻ്റെ OTT പ്ലാറ്റ്ഫോം ഉണ്ട് സി സ്പേസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ്, മേ ബി ലൈക്ക് വൺ ഓഫ് ദ വെരി ഫ്യൂ ഇൻ ദ വേൾഡ് ആയിരിക്കും അങ്ങനെ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു അക്നോളജ്. കാരണം എപ്പോഴും നമ്മുടെ ഫോക്കസ് പോകുന്നത് പോരായ്മകളിലേക്കാണ്. അബണ്ടൻസിലേക്ക്, വാട്ട് ഈസ് ഗോയിങ് റൈറ്റ് എന്നുള്ളതിലേക്കും കൂടെ നമ്മൾ ക്യാമറ കണ്ണുകൾ തിരിക്കണമെന്ന് ഞാൻ ജെനുവിൻലി ആഗ്രഹിക്കുന്നു. ദിസ് ഐ എം സീയിങ് ആസ് എ പേഴ്സൺ ഹൂസ് വർക്കിംഗ് ഇൻ സിനിമ. കാരണം പലപ്പോഴും ആശ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടാതെ അല്ലെങ്കിൽ ഷോ ക്യാൻസലേഷൻസ് വരുന്ന സാഹചര്യം ചെറിയ സിനിമകൾക്ക് ഉണ്ടാവുന്നുണ്ട്. പേഴ്സണലി ഞാൻ സിനിമയിൽ ചെറുത് വലുത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല.
വലിയ മനസ്സുള്ള ഒരു സിനിമയാണ് ഈ ഒരു പ്രോജക്റ്റ്. ദാറ്റ് ഐ നോ പേഴ്സണലി. കാരണം ഒരുപാട് പേര് അവരുടെ റെമ്യൂണറേഷൻ എല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ മൂവികൾ വരുമ്പോൾ ഇനിയും ഇതുപോലത്തെ സിനിമകൾ എടുക്കാൻ ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നത്, പ്രൊഡ്യൂസേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നത് അത് തിയേറ്ററിൽ സക്സസ്ഫുൾ ആകുമ്പോൾ മാത്രമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇനിയും ഈ ഒരു ചർച്ചകൾ തുറന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മുടെ ഫോക്കസ് ആയി പോകുന്നുണ്ട്. കാരണം പലപ്പോഴും ഞാൻ ഒരുപാട് പ്രോജക്ട്സിൽ ഡിസഗ്രിമെന്റ്സ്, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് അസോസിയേഷൻ യു ആർ റെപ്രസെൻറ്റിങ്, ഐ പേഴ്സണലി ആം എ മെമ്പർ ഓഫ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് ഒരേ സൈഡിൽ നിന്നാണ്. വി ആർ ഓൾ ഫൈറ്റിംഗ് ഫ്രം ദ സെയിം സൈഡ് ഫോർ സിനിമ, ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദിസ് ഇൻഡസ്ട്രി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ കുറേ പ്രശ്നം തീരുമെന്ന് തോന്നുന്നു. ആൻഡ് അവയർനെസ് ഉണ്ടാവാൻ അസോസിയേഷൻസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ പ്രൊയാക്റ്റീവായ ഇനീഷ്യേറ്റീവ്സ് വരണമെന്ന് പേഴ്സണലി ഞാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ചുറ്റും, നമുക്കുള്ളിലും നമുക്ക് ചുറ്റും കൊണ്ടുവരാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു, ഇത്രയും സമയം തന്നു. ലൈക്ക് ഐ ഓൾവേസ് സേ ഇൻ ഓൾ ആർ ഈവൻറ്റ്സ്, ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് സമയമാണ്. യു ഗേവ് us your ടൈം. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. മാർച്ച് 7-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ആൻഡ് ഇതുപോലെയുള്ള നല്ല സിനിമകളെയും നല്ല കഥകളെയും നല്ല കലാകാരന്മാരെയും ചേർത്ത് നിർത്തണം. താങ്ക് യു ഫോർ ബീങ് ഹിയർ.